വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനെതിരെ ഉമ്മ ഷെമീന മൊഴി നൽകി. മകൻ അഫാന്റെ ആക്രമണത്തിലാണ് തനിക്ക് പരിക്കേറ്റത് എന്നാണ് ഷെമീനയുടെ മൊഴി. ഇതാദ്യമായാണ് ഷെമീന മകനെതിരെ മൊഴി നൽകുന്നത്. കട്ടിലിൽ നിന്നും വീണാണ് തനിക്ക് പരിക്കേറ്റത് എന്നായിരുന്നു ഇവർ ഇതുവരെ പോലീസിനോട് പറഞ്ഞിരുന്നത്. ഭർത്താവിനോടും ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. എന്നാൽ കിളിമാനൂർ SHOയ്ക്ക് കഴിഞ്ഞ ദിവസം നൽകിയ മൊഴിയിലാണ് ഷെമീന മകൻ അഫാൻ തന്നെയാണ് തന്നെയും ആക്രമിച്ചത് എന്ന വിവരം വെളിപ്പെടുത്തിയത്. തനിക്ക് 35 ലക്ഷം രൂപയുടെ കടമുണ്ട് എന്നാണ് ഷെമീനയുടെ മൊഴി. ഇക്കാര്യം ഭർത്താവിന് അറിയില്ലെന്നും ഷെമീന പറഞ്ഞു. സംഭവ ദിവസം 50,000 രൂപയുടെ അത്യാവശ്യമുണ്ടായിരുന്നു. കടം വാങ്ങിയ പണം തിരികെ നൽകാനായിരുന്നു ഇത്. പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു. ഇത് സഹിക്കാനാകാതെയാണ് അഫാൻ ക്രൂരത കാട്ടിയത് എന്നും ഷെമീന വെളിപ്പെടുത്തി. തട്ടത്തുമലയിലെ വീട്ടിൽ നിന്നും തിരിച്ചെത്തിയപ്പോൾ ഉമ്മച്ചി എന്നോട് ക്ഷമിക്കണമെന്ന് അഫാൻ പറഞ്ഞു. ക്ഷമിച്ചു മക്കളെ എന്ന് പറഞ്ഞു തീരും മുൻപേ കഴുത്തി നെരിച്ച് ചുമരിൽ തലയിടിച്ചു. അതോടെ ബോധം പോയി. പിന്നീട് ബോധം വന്നപ്പോൾ അഫാൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു. പിന്നീട് പോലീസുകാർ ജനൽ തകർക്കുന്ന കാഴ്ചയാണ് താൻ കണ്ടത് എന്നും അവർ പറയുന്നു. ആംബുലൻസ് ഡ്രൈവർ നടത്തുന്ന വെഞ്ഞാറമൂട് മേലെ കുറ്റിമൂടുള്ള സ്നേഹസ്പർശം സൈക്കോ സോഷ്യൽ റീഹാബിലേഷൻ സെന്ററിൽ വെച്ചാണ് കിളിമാനൂർ പോലീസ് ഇന്നലെ വൈകിട്ടോടെ ഷെമീനയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത്. അഫാനെ ജയിലിൽ നിന്ന് ഇറക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഇവർ ഒരു ദൃശ്യമാധ്യമ മേധാവിയോട് അഭ്യർത്ഥിച്ചിരുന്നു. ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ്. എന്റെ ഓർമ്മയിലും അതുതന്നെയാണ്. പോലീസുകാർ 2 തവണ ചോദിച്ചു. എനിക്കന്ന് സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മയുണ്ട്. അതുതന്നെയാണ് താൻ പറഞ്ഞത്. സാറേ, എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റുമോ? എന്റെ കൊച്ചിനെ ഇറക്കിത്തരണം. ഇളയവൻ മരിച്ചുപോയി. എനിക്ക് മൂത്ത മകനെയുള്ളൂ. അവനെയെങ്കിലും എനിക്ക് ഇറക്കിത്തരണം. അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്നെ എന്തെങ്കിലും ചെയ്തേനെ എന്നായിരുന്നു ഷെമീന ഇന്നലെ ഒരു ദൃശ്യമാധ്യമത്തോട് പറഞ്ഞത്. മക്കളുമൊത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നതായും ഇതിനായി യൂട്യൂബിലും ഗൂഗിളിലും ഇളയ മകനെ കൊണ്ട് പലതും സെർച്ച് ചെയ്യിപ്പിച്ചിരുന്നുവെന്നും ഷെമീനയുടെ മൊഴിയിലുണ്ട്. അഫാൻ ആക്രമിച്ചതിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ ഷെമി മാത്രമാണ്. കേസിൽ ഷെമിയുടെ മൊഴി നിർണായകമാണ്. ഇതിലാണ് ഇപ്പോൾ അഫാനെതിരെ ഷെമി മൊഴി നൽകിയിരിക്കുന്നത്. 3 കേസുകളായിട്ടാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് അന്വേഷിക്കുന്നത്. കേസിൽ പ്രതി അഫാനുമായുള്ള 3ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി. സഹോദരൻ അഫ്സാന്റെയും പെൺസുഹൃത്ത് ഫർസാനിയുടെയും കൊലക്കേസുകളിലാണ് പേരുമലയിലെ വീടടക്കം 7 ഇടങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയത്. കൊലപാതക രീതികൾ അഫാൻ പോലീസിനോട് വിശദീകരിച്ചു നൽകി. ഫർസാനിയുമായി മതിൽ ചാടിക്കടന്നാണ് വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചത് എന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു. 1ാം നിലയിലെത്തി ഫർസാനിയെ കൊലപ്പെടുത്തിയ മുറിയും സ്ഥലവും ചുറ്റിക ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ രീതിയും പോലീസിന് കാണിച്ചു കൊടുത്തു. താഴെ വന്ന സഹോദരൻ അഹ്സാനെ അടിച്ചിട്ട സ്ഥലവും അവിടെ നടന്ന സംഭവങ്ങളും വിശദീകരിച്ചു. അടുക്കള ഭാഗത്തെത്തി പാചക ഗ്യാസ് തുറന്നുവിട്ടതും കാണിച്ചു. സംഭവങ്ങൾ കഴിഞ്ഞ ശേഷം മതിൽ ചാടിക്കടന്ന് തന്നെ പുറത്തെത്തി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകയായിരുന്നുവെന്നാണ് അഫാന്റെ മൊഴി. സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനം, ചുറ്റിക സൂക്ഷിക്കാൻ ബാഗ് വാങ്ങിയ കട, ചുറ്റിക വാങ്ങിയ കട, എലിവിഷം, മുളകുപൊടി, സിഗരറ്റ്, ശീതളപാനീയങ്ങൾ തുടങ്ങിയവ വാങ്ങിയ കടകൾ എന്നിവിടങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഫർസാനിയെ വീട്ടിൽ നിന്നും വിളിച്ചു വരുത്തിയതിനു ശേഷം അഫാൻ കാത്തുനിന്ന കാവറ ഭാഗത്തുള്ള റോഡിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. വീട്ടിൽ നിന്നും നടന്നു വന്ന ഫർസാനിയെ ഇവിടെ നിന്നും തന്റെ ബൈക്കിൽ കയറ്റി പേരുമലയിലെ വീട്ടിലെത്തിക്കുകയായിരുന്നു. ഉമ്മ അന്വേഷിക്കുന്നുണ്ട് എന്നും ഫർസാനിയെ കാണണമെന്നും പറഞ്ഞാണ് കൊണ്ടുപോയത് എന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. തെളിവെടുപ്പിനിടെ യാതൊരു കൂസലുമില്ലാതെയാണ് അഫാൻ താൻ ചെയ്ത ക്രൂരതകൾ പോലീസിനോട് വിവരിച്ചു നൽകിയത്. 80,000 രൂപ ലത്തീഫിൽ നിന്നും കടം വാങ്ങിയിരുന്നു. പണം തിരികെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചു. അച്ഛന്റെ അമ്മയുടെ സ്വർണം വാങ്ങുന്നതിനും തടസ്സം നിന്നത് ലത്തീഫായിരുന്നു. ഇതാണ് ലത്തീഫിനെ വകവരുത്താൻ കാരണം. അമ്മയെ കഴുത്ത് നെരിച്ച് നിലത്തിട്ട ശേഷം ആദ്യം അച്ഛന്റെ അമ്മയെ കൊന്നു. അതിനുശേഷമാണ് ലത്തീഫിന്റെ വീട്ടിലെത്തുന്നത്. അഫാനെ കണ്ട സാജിദ അടുക്കളയിലേക്ക് പോയി. ബാഗിലിരുന്ന ചുറ്റികയെടുത്ത് ഹാളിലെ സെറ്റിയിലിരുന്ന ലത്തീഫിന്റെ തലയിൽ പലവട്ടം അടിച്ചു. ശബ്ദം കേട്ട് ഓടിവന്ന സാജിദയെയും അടിച്ചു. അടുക്കളയിലേക്ക് ഓടിയ സാജിദയെ പിന്നിൽ ചെന്ന് ആക്രമിച്ചു കൊന്നു. ലത്തീഫിന്റെ മൊബൈലും കാറിന്റെ താക്കോലും 50 മീറ്റർ അപ്പുറം കാട്ടിലേക്ക് എറിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോയി. ഈ മൊബൈൽ ഫോൺ അഫാന്റെ സാന്നിധ്യത്തിൽ പോലീസ് കണ്ടെത്തിയിരുന്നു. ആക്രമണം തടസ്സപ്പെടുത്തുന്നവരെ കണ്ണിലേക്കെറിയാൻ മുളകുപൊടിയും അഫാൻ വാങ്ങി സൂക്ഷിച്ചിരുന്നു. വീട്ടിലെത്തിച്ചുള്ള പരിശോധനയിലാണ് മുളകുപൊടി പൊതിഞ്ഞത് കണ്ടെത്തിയത്. ആയുധം സൂക്ഷിച്ചിരുന്ന ബാഗിലാണ് മുളകുപൊടി ഉണ്ടായിരുന്നത്. കൊലപാതകം തടസ്സപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ കണ്ണിലേക്കെറിയാനായിരുന്നു മുളകുപൊടിയെന്ന് അഫാൻ പോലീസിന് മൊഴി നൽകി.
5 കൊലപാതകങ്ങളിലായി 3 കേസുകളാണ് അഫാനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സെൽമ ബീവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ആദ്യ കേസ്. പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ സാജിദ എന്നിവരെ കൊലപ്പെടുത്തിയതാണ് രണ്ടാമതായി രജിസ്റ്റർ ചെയ്ത കേസ്. അനിയൻ അഹ്സാനെയും ഫർസാനെയും കൊലപ്പെടുത്തിയതാണ് മൂന്നാമത്തെ കേസ്. 3 കേസിലും തെളിവെടുപ്പ് പൂർത്തിയായി. എത്രയും പെട്ടെന്ന് കുറ്റപത്രം തയ്യാറാക്കി അഫാനെ വിചാരണയ്ക്കെത്തിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ദൗത്യം. ഫെബ്രുവരി 24-നായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത്. രാവിലെ 10-നും 6-നും ഇടയിലായിരുന്നു 5 കൊലപാതകങ്ങൾ. 5 പേരെയും കൊലപ്പെടുത്തിയ ശേഷം അഫാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയായിരുന്നു. എലിവിഷം കഴിച്ചതിനെ തുടർന്ന് അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ദിവസങ്ങൾ നീണ്ടുനിന്ന ചികിത്സയ്ക്ക് ശേഷമാണ് അഫാനെ ജയിലിലേക്ക് മാറ്റിയത്.